ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണു. നമുക്കിന്നൊരു സാമ്പാർ ഉണ്ടാക്കിയാലോ? സാമ്പാർ പൊടിയൊന്നും ചേർക്കാതെ തേങ്ങ, മല്ലി, മുളകൊക്കെ വറുത്തരച്ചിട്ട് കുറേ പച്ചക്കറികളൊക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി സാമ്പാർ. ഈ സാമ്പാർ വയ്ക്കാൻ പഠിച്ചത് ഞാൻ എൻ്റെ അമ്മയുടെ നിന്നാണ്. ഞാനൊക്കെ ചെറുതാവണ സമയത്ത് എൻ്റെ അമ്മ എപ്പോഴും ഇങ്ങനെയായിരുന്നു സാമ്പാർ വയ്ക്കാറ്. അന്നാണെങ്കിലും ഇന്നാണെങ്കിലും എൻ്റെ അമ്മ വയ്ക്കണതിലെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കറി എനിക്ക് ഈ സാമ്പാറാണ്. അപ്പം നമുക്കിന്ന് ആ സാമ്പാർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ പരിപ്പ് വേവിക്കാൻ വെക്കാം. ഈ പരിപ്പ് വേവിക്കണതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം പൊടിച്ച കായം, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. സാമ്പാറിന് പരിപ്പ് വേവിക്കുമ്പോൾ ഇതൊക്കെ ചേർത്ത് വേവിച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാറിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ആൾക്കാർ ഇനി സാമ്പാർ വയ്ക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. ഇനി നമുക്ക് ഈ പരിപ്പ് വേവിക്കാനായിട്ട് വെക്കാം. പരിപ്പ് ഇവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേന് നമുക്ക് അതിലേക്കുള്ള പച്ചക്കറികളൊക്കെ മുറിച്ച് വെക്കാം. പച്ചക്കറികളൊക്കെ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് കുമ്പളങ്ങ, ക്യാരറ്റ്, അതുപോലെ ബീൻസ്, കൊത്തമരയ്ക്ക, ഉരുളക്കിഴങ്ങ്, മുരിങ്ങക്കായ, 1 സവോള, ഒരു ചെറിയ കഷ്ണം മത്തങ്ങ, 1 തക്കാളി, ഇതൊക്കെയാണ്. എനിക്ക് എപ്പോഴും സാമ്പാർ വെക്കുമ്പോൾ അതിൽ ഒരുപാട് പച്ചക്കറികൾ ഇട്ട് വെക്കണതാണ് ഇഷ്ടം. പച്ചക്കറികളൊക്കെ തന്നെ അത്യാവശ്യം വലിപ്പത്തിലാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി പുളിക്ക് വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങ സൈസിലുള്ള പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി സാമ്പാറിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ ചിരകിയത്, ഒരു 3 ചെറിയുള്ളി, 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/2 ടീസ്പൂൺ ഉലുവ, എരിവിനാവശ്യമായിട്ടുള്ള ഉണക്കമുളക്, 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്. ഇനി 1 ടീസ്പൂൺ കായം കൂടെ വേണം. കട്ടിക്കായ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. എൻ്റെ അതില്ലാത്തതുകൊണ്ട് ഞാൻ പൊടിയെടുത്തു. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി മൂത്ത് വന്നാൽ അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർക്കാം. ഇനി ഇത് ഈ എണ്ണയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഉള്ളി എണ്ണയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള മല്ലി, ഉണക്കമുളക്, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, ഉലുവ, ജീരകം, ഇത് മാത്രം ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. മല്ലി, മുളകൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായി മൂത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണക്ക് മാറിയതിന് ശേഷം മാത്രമാണ് തേങ്ങ ചേർക്കാൻ പാടുള്ളൂ. തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഈ മുളകൊക്കെ കരിഞ്ഞു പോകും. ഇപ്പം നമ്മളെ മസാലകളൊക്കെ ഇവിടെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് തേങ്ങയൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. തേങ്ങയും മല്ലി, മുളകൊക്കെ എത്രത്തോളം മൂപ്പിക്കണമെന്നുള്ളതിനനുസരിച്ചിരിക്കും ഈ സാമ്പാറിന്റെ ടേസ്റ്റ്. ഇപ്പൊ തേങ്ങയൊക്കെ ഇവിടെ നന്നായി മൂത്ത് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കായത്തിന്റെ പൊടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇത്രയും പണികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മളെ പരിപ്പ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ പരിപ്പ് നമുക്ക് കുക്കറിലിട്ടിട്ടും വേവിച്ചെടുക്കാം. ഞാൻ എടുത്തത് മസൂർ ദാലാണ്. അത് വേവാൻ അധികം സമയമൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഇതിങ്ങനെ വേവിച്ചെടുത്തത്. ഇനി ഈ പരിപ്പിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ ചേർക്കാം. പച്ചക്കറികളൊക്കെ ചേർത്തപ്പോഴത്തേനും പാത്രം നിറഞ്ഞു. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നിറയെ പച്ചക്കറികൾ ഇട്ടിട്ടില്ല വെച്ചാൽ എനിക്ക് എന്തോ ഒരു സമാധാനക്കേടാ. ഒരു സാമ്പാറിൻ്റെ ഒരു ഫീല് വരണമെങ്കിൽ ഇതുപോലെ നിറയെ പച്ചക്കറികൾ കാണണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ച് ഈ പച്ചക്കറി എല്ലാം ഒന്ന് നന്നായി വേവിച്ചെടുക്കാം. ഇതിവിടെ ഇരുന്ന് വേവുമ്പോഴത്തേനും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും മസാലക്കൂട്ടും ഒന്ന് അരച്ചെടുക്കണം. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഈ തേങ്ങയും വറുത്ത് വെച്ചിട്ടുള്ള മസാലക്കൂട്ടൊക്കെ ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. വെള്ളം ചേർക്കണതിന്റെ മുന്നേ ഒന്ന് പൊടിച്ചെടുത്തിട്ടില്ല വെച്ചാൽ ഈ മല്ലി, മുളകും ശരിക്കും അറിയാത്ത പോലെ തോന്നും. ഇപ്പൊ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒരു പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഒട്ടും തന്നെ തരിതരിപ്പില്ലാണ്ട് വേണം അരച്ചെടുക്കാൻ. ഇപ്പൊ ഇതാ തേങ്ങയൊക്കെ ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, ഒട്ടും തരിതരിപ്പില്ലാണ്ട് നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതെവിടെ മാറ്റി വെക്കാം. ഇത് നമ്മുടെ പച്ചക്കറികളൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ്, മത്തങ്ങ പോലെയുള്ള പച്ചക്കറികൾ ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല. എന്നെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള പുളി പിഴിഞ്ഞ് ചേർക്കാം. പുളി ചേർത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. ആ പച്ചക്കറിയിലൊക്കെ ആ പുളി നന്നായി പിടിക്കട്ടെ. ഇപ്പൊ നമ്മുടെ കറി ഇവിടെ തിളച്ചിട്ട് പുളിയൊക്കെ കഷ്ണത്തിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അതും കൂടെ ഇതിൽ ചേർക്കാം. ഇനി കറി നന്നായി തിളച്ച് അരപ്പൊക്കെ നന്നായി വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.
ഒരു 5 മിനിറ്റെങ്കിലും കറി നന്നായി തിളയ്ക്കാനായിട്ട് വിടണം. ഇപ്പൊ നമ്മുടെ കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിയില ചേർക്കാം. മല്ലിയില ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം. ഇപ്പൊ നമ്മുടെ സാമ്പാർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ കടുക് ചേർത്തു. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കറിവേപ്പിൻ്റെ ഇലയും ഉണക്കമുളകും കൂടെ ചേർക്കും. ഇനി ഈ മുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതെടുത്തിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ചേർക്കാം. ഇപ്പോൾ സാമ്പാർ പൊടിയൊന്നും ചേർക്കാതെ നല്ല തേങ്ങ വറുത്തരച്ചിട്ടുള്ള അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു നാടൻ സാമ്പാറാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.